അമേരിക്ക കത്തുകയാണ്. ദിവസം കഴിയുന്തോറും ഞെട്ടിക്കുന്ന വാർത്തയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ദിവസം നീണ്ടുനിന്ന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ തീക്കാറ്റിന് പിന്നാലെ തീ ചുഴലിക്കാറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു താക്കീതാണ്, അഹങ്കാരികൾക്കുള്ള താക്കീത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികൾ താങ്കളാണ് എന്ന് അഹങ്കരിക്കുന്നവർക്ക്, ഗസയിലെ പിഞ്ചോമനകളെ കൊന്നൊടുക്കാൻ പണം നൽകുന്നവർക്കുള്ള ശക്തമായ താക്കീത്. മനുഷ്യൻ ശാസ്ത്രത്തിനും സയൻസിനുമപ്പുറം ഒന്നുമില്ല എന്ന് അഹങ്കരിക്കുമ്പോൾ അതൊന്നും ഒന്നുമല്ല എന്ന് തെളിയിക്കാൻ അല്ലാഹുവിൻ്റെ ചെറിയൊരു താക്കീത് മാത്രം. തീപിടുത്തത്തിൽ കത്തിച്ചാമ്പലായ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒന്നിനോട് സാമ്യമായി എനിക്ക് തോന്നുന്നു. അതെ, യുദ്ധത്തിൽ കത്തിച്ചാമ്പലായ ഗസയെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നിന് പിറകെ മറ്റൊന്നായി എല്ലായിടത്തും തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ പടർന്നു പിടിച്ച കാട്ടുതീയിൽ ലോസ് ആഞ്ചലസിലെ ഒരുപാട് പ്രശസ്തരുടെയും പ്രഗത്ഭരുടെയും വീടുകൾ കത്തിനശിക്കുകയും ഏക്കറക്കണക്കിന് വീടുകൾ കത്തിച്ചാമ്പലാവുകയും മില്യൺ കണക്കിന് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടും ഇപ്പോഴും ഗസയെ ചാമ്പലാക്കാൻ അമേരിക്ക പണം നൽകുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ലോസ് ആഞ്ചലസിനെ അഗ്നിശമന സേനാ വകുപ്പിനുള്ള $18 മില്യൺ വെട്ടിക്കുറക്കുകയും ആ പണം ഗസയെ ചുട്ട് ചാമ്പലാക്കാൻ അമേരിക്ക ഇസ്രായേലിന് നൽകിയെന്നുള്ള വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം നാട് കത്തിച്ചാമ്പലാകുമ്പോഴും ഫലസ്തീനികളെ കൊന്നൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്കൻ ഭരണകൂടം. പതിനായിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. 4 ലക്ഷം കോടി രൂപ വരുന്ന പ്രോപ്പർട്ടികളാണ് ലോസ് ആഞ്ചലസിൽ ഈ ഒരു തീ കാരണമായിട്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ടത്. 2 ലക്ഷത്തോളം വരുന്ന ഏക്കറുകൾ ഈ തീ ആളിപ്പടർന്ന് ചുട്ട് ചാമ്പലാക്കിയിരിക്കുകയാണ്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് വിശേഷിപ്പിച്ച അമേരിക്കയിലെ അതിസമ്പന്നർ താമസിക്കുന്ന ലോസ് ആഞ്ചലസ്, അഗ്നി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ച നിസ്സഹായരായി കണ്ടു നിൽക്കാനേ നമുക്കെല്ലാവർക്കും കഴിയുന്നുള്ളൂ. എത്ര വലിയ ശക്തനാണെന്ന് പറഞ്ഞാലും അഹങ്കരിച്ചാലും ദേ ഇത്രയേയുള്ളൂ എന്ന് ലോകത്തോട് നമ്മോട് വിളിച്ച് പറയുന്നുണ്ട് അവിടെയുള്ള ഓരോ ജീവനുകളും ജീവിതങ്ങളും. 300 കോടിയുടെ ആഡംബര വീടുകൾ മുതൽ കത്തി നശിച്ച കാഴ്ച. ഇത്രയേയുള്ളൂ നമ്മളും. എത്ര തന്നെ സുരക്ഷിതരാണെന്ന് പറഞ്ഞാലും ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ കത്തിച്ചാമ്പലാകും